ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകൾ നേരിട്ട് പരിശോധിക്കാൻ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം. ദേവസ്വം ബോർഡ് വ്യാഴാഴ്ച നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകണമെന്നും നിർദ്ദേശം. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകൾ നേരിട്ട് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ഈ കണക്കുകൾ തമ്മിൽ, ചെലവ് വരവ് കണക്കുകൾ തമ്മിൽ വലിയ രീതിയിലുള്ള അന്തരമുണ്ട് എന്നതടക്കമുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണെന്ന് ദേവസ്വം ബെഞ്ചിന് മുന്നിൽ ഈ ഓഡിറ്റർ നൽകിയത്. ഏതായാലും അതിന് പിന്നാലെ ദേവസ്വം ബോർഡ് പുതുക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് നൽകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ചില കാര്യങ്ങൾ ഈ ഓഡിറ്റർ ചേർത്തിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും അതിനുവേണ്ടി ഒരു 3-അംഗ ടാസ്ക് ഫോഴ്സിനെ അടക്കം രൂപീകരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ ആ കേസ് ദേവസ്വം ബെഞ്ച് പരിഗണിച്ചു. ആ ഘട്ടത്തിലാണ് ഇനിയും ഈ വിവരങ്ങളിൽ ചില വ്യക്തത വരുത്തുന്നതിന് കുറച്ചുകൂടി സമയം, കൂടുതൽ രേഖകളൊക്കെ ഹാജരാക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ദേവസ്വം ബോർഡ് ഈ ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചു. തുടർന്നാണ് നേരിട്ട് ഈ കണക്കുകൾ പരിശോധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് എത്തിയിരിക്കുന്നത്. അതായത് ഈ കേസിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഓഡിറ്റർ, ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്വകാര്യ ഓഡിറ്ററാണ് വിജയൻ ആൻഡ് അസോസിയേറ്റ്സ്, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തെ ഇപ്പോൾ ഈ കേസിൽ കക്ഷി ചേർത്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും ഹാജരാക്കാൻ ഇപ്പോൾ ഈ സ്ഥാപനത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള ബില്ലുകൾ, അതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഓഡിറ്റ് നടത്താൻ വേണ്ടി ഉപയോഗിച്ച ടൂളുകൾ, അങ്ങനെ എല്ലാ വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഓഡിറ്റുമായി ബന്ധപ്പെട്ടും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ചെലവ് വരവ് കണക്കുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ കിട്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഹാജരാക്കാനാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ദേവസ്വം ബോർഡിനോടും ദേവസ്വം ബോർഡ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചില കണക്കുകളിൽ അവ്യക്തത അടക്കമുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ആ രേഖകൾ, ദേവസ്വം ബോർഡിൻ്റെ പക്കലുള്ള രേഖകൾ കൂടി ഈ സ്ഥാപനത്തിന് കൈമാറാനും ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കണക്കുകൾ ഹൈക്കോടതി തന്നെ ഇനി നേരിട്ട് പരിശോധിക്കും എന്നുള്ളതാണ്. ഏതാണ്ട് 7 കോടി രൂപയ്ക്ക് 9 കോടി രൂപയോളം ചെലവ് വന്നു എന്നുള്ളതാണ് നേരത്തെ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ കണക്കനുസരിച്ച് അത്രയും ചിലവ് വന്നിട്ടില്ല. ചില കാര്യങ്ങളിലൊക്കെ അവ്യക്തതയുണ്ട്. ഈ ഓഡിറ്ററുമായി ബോർഡിനുണ്ടായ ചില ആശയവിനിമയത്തിനുണ്ടായ ഈ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഈ ആശയക്കുഴപ്പമുണ്ടാകുന്നതും ഈ വരവ് ചെലവ് കണക്കുകൾ തമ്മിൽ അന്തരമുള്ള വലിയ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് എത്തുന്നതിനുമൊക്കെ കാരണമായതെന്ന് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ച എത്രയും വേഗം തന്നെ പുതുക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് നൽകുമെന്നാണ് ദേവസ്വം ബോർഡ് അന്ന് അറിയിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ ഹൈക്കോടതി തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കാൻ പോവുകയാണ്. ഏതായാലും നേരത്തെ ഹൈക്കോടതി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ പണം ഇക്കാര്യത്തിൽ ഉപയോഗിക്കരുതെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ട് അന്ന് അനുമതി നൽകുകയും ഒക്കെ ചെയ്തത്. ഏതായാലും കഴിഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇത്തരത്തിൽ 3 കോടിയോളം രൂപ ദേവസ്വം ബോർഡിന് നഷ്ടം വന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ദേവസ്വം ബോർഡ് ആവർത്തിച്ച് പറയുന്നത് 3 കോടി രൂപ അക്കൗണ്ടിൽ നിന്ന് എടുത്തിരുന്നു, പക്ഷേ ആ പണം തിരിച്ചടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇനി ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ പരിശോധന ഏറെ പ്രധാനപ്പെട്ടതാണ്.